Welcome back to Maths at 360 degree with Sonia. Chapter 4 Principle of Mathematical Induction. നമ്മൾ പ്ലസ് 1 എപ്പോ പഠിച്ചാലും ഏറ്റവും എളുപ്പമുള്ള പാഠമാണ് കേട്ടോ ഈ ചാപ്റ്റർ 4. അപ്പൊ ഇക്കൊല്ലം ഫോക്കസ് ഏരിയ ആയതുകൊണ്ട് തന്നെ ആകെ ടോട്ടൽ 3 സെക്ഷൻസേ ഉള്ളൂ. അതില് ഒരൊറ്റ സെക്ഷനിൽ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ തന്നിട്ടുള്ളൂ, സെക്ഷൻ 4.3. അതില് ചെറിയൊരു കുറവും കൂടെ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇക്വാളിറ്റീസ് ഇൻവോൾവ് ചെയ്യുന്ന പ്രൂഫ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇൻഇക്വാളിറ്റീസ് വരുന്നത് നിങ്ങൾ നോക്കണ്ട. അത്രയും ഫോക്കസ് ഏരിയയിൽ കുറച്ച് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്താണെന്ന് നോക്കാം. ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് പ്രൂഫ് ആണ്. ജസ്റ്റ് 3 സ്റ്റെപ്പേ ഉള്ളൂ. 3 സ്റ്റെപ്പിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഓരോ സ്റ്റെപ്പ് പറയാം, അതിന് എങ്ങനെയാ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. അപ്പം ഇവിടെ ഈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂഫ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കണം. ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് പി ഓഫ് എൻ ആണ്. n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ, മീൻസ് ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് നാച്ചുറൽ നമ്പറിന്റെ ടേംസിലായിരിക്കും തന്നിരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുകയാണ്. പി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1 plus 2 plus പി ഓഫ് എൻ തന്നിരിക്കുന്നത് 1 plus 2 plus 3 plus etc plus n മീൻസ് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇക്വേഷൻ എന്താ? n into n plus 1/2 ആണ് 10ന് പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യണം. അപ്പൊ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോർ n is equal to 1 ന് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് തെളിയിക്കണം. ഫോർ n is equal to 1 p of 1 is true. ഇത് ട്രൂ ആണോ നമുക്ക് നോക്കണം. അപ്പൊ നമുക്ക് എന്ത് എഴുതണം? n is equal to 1 ന് എന്താ നോക്കിയേ, n is equal to 1 കൊടുക്കുമ്പോൾ ഈ ഒരു ഇക്വേഷന് റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് സൈഡിലുള്ളത് റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ n is equal to 1 കൊടുക്കും, റൈറ്റ് ഹാൻഡ് സൈഡിൽ n is equal to 1 കൊടുത്തു. രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? p of 1 ട്രൂ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഞാൻ എന്ത് കൊടുത്തു? LHS നോക്കാണ്. LHS is equal to 1 plus 2 plus etc up to n ആണ്. n is equal to 1 വന്നുകൊണ്ട് 1 തന്നെ ആൻസർ. ഇനി RHS എന്താ വരിക? n is equal to 1 കൊടുക്കും. അപ്പൊ 1 into 1 plus 1 divided by 2 means 2/2 equal to 1 വന്നു. means LHS is equal to RHS ആയല്ലോ. നമുക്ക് എന്ത് പറയാൻ പറ്റും? p of 1 is 2. ഇനി അടുത്ത എന്താ ചെയ്യുന്നത്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യണം. നമ്മളത് വിചാരിക്കുന്നത് സങ്കല്പിക്കുകയാണ് p of n is equal to k ക്ക് റിസൾട്ട് ട്രൂ ആണ്. മീൻസ് ഫോർ n is equal to k assume p of k is true. മീൻസ് k എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ, ഒരു എന്താ പറയുക, നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു നമ്പർ. അപ്പൊ n is equal to k ക്ക് p of k ട്രൂ ആണെന്ന് നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്തു. ഓക്കെ അല്ലേ? അത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് അസ്യൂം ചെയ്തു. ജസ്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് മാത്രം എഴുതിയാൽ മതി. അസ്യൂം p of k is true. ഓക്കെ ആണല്ലോ? p of k ട്രൂ ആണ് എന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരും? p of k such that 1 plus n is equal to means n ന്റെ സ്ഥാനത്തെല്ലാം നമ്മൾ എന്ത് കൊടുക്കും? k കൊടുക്കും. അപ്പൊ 1 plus 2 plus etc plus k is equal to n ന്റെ അവിടെ k കൊടുത്തു. അപ്പൊ k into k plus 1 divided by 2 എന്ന് വന്നു. ഇനി നെക്സ്റ്റ്, അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ. ജസ്റ്റ് അസ്യൂം ചെയ്തു, പ്രൂഫ് ഒന്നുമില്ല. ഇനി നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഈ ഒരു p of k ട്രൂ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഫോർ n is equal to k plus 1 prove that means ആ ഒരു സ്റ്റെപ്പാണ് p of k plus 1 ട്രൂ ആയിരിക്കണം. മീൻസ് ഇതെല്ലാം പ്രൂവ് ദാറ്റ് എന്നുള്ള രീതിയിലാണ് കേട്ടോ. പ്രൂവ് ദാറ്റ് p of 1 is true. For n is equal to k plus 1 prove that p of k plus 1 is true. p of k true ആണെങ്കിൽ means p of k is true implies p of k plus 1 is true. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്തു p of k true ആണ്. അപ്പൊ p of k plus 1 true ആണ്. മീൻസ് നമുക്ക് ഇവിടെ എന്താ കിട്ടുക?
കിട്ടണ്ടേന്ന് ഓൾറെഡി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്തൊക്കെയാ കിട്ടണ്ടേ? n ഈസ് ഈക്വൽ ടു k പ്ലസ് 1 കൊടുത്താൽ മതി അല്ലെ. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കണം. അപ്പൊ n ഈസ് ഈക്വൽ ടു k പ്ലസ് 1 കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എങ്ങനെ വരണം? അത് ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. എങ്ങനെ വരണം ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് k പ്ലസ് 1 എന്ന് പറയണം. അതുപോലെ തന്നെ RHS എന്ത് വരണം? n ഇൻറ്റു മീൻസ് k ഇൻറ്റു എന്നിന്റെ അവിടെ k പ്ലസ് 1. അപ്പൊ k പ്ലസ് 1 ഇൻറ്റു എന്നിന്റെ അവിടെ k പ്ലസ് 1 ഉള്ളൂ. k പ്ലസ് 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഓക്കെ അല്ലെ? മീൻസ് ഇത് എങ്ങനെ എഴുതുക? അവസാനം വരണം k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2. ഓക്കെ അല്ലെ? ഈ ഒരു ഫോമില് നമ്മുടെ ഇക്വേഷൻ കിട്ടണം. മീൻസ് എന്താണ് ആൻസർ കിട്ടുന്നതെന്ന് ഈ ഒരു മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ പ്രൂഫില് നമുക്ക് ആദ്യം തന്നെ എഴുതി നോക്കാം. ഇനി നമ്മൾ ആ ഒരു രീതിക്ക് പ്രൂഫ് ചെയ്ത് പോയാൽ മതി. അപ്പൊ ഒരു പ്രൂഫ് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. n ഈസ് ഈക്വൽ ടു k പ്ലസ് 1 പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ LHS നിന്ന് തുടങ്ങുന്നു, എന്നിട്ട് RHS എത്തുന്നു. മീൻസ് നമുക്ക് ഓൾറെഡി ആൻസർ എന്താ കിട്ടേണ്ടത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ അങ്ങ് പോവാം. LHS തുടങ്ങി. LHS n ഈസ് ഈക്വൽ ടു k പ്ലസ് 1 തുടങ്ങാം കേട്ടോ. എങ്ങനെ എഴുതാം? LHS എങ്ങനെ വരും? 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര അപ് ടു k പ്ലസ് 1 അല്ലെ. മീൻസ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ k പ്ലസ് 1 തൊട്ട് മുന്നേ ഉള്ള നമ്പർ ഏതായിരിക്കും? k ആയിരിക്കുമല്ലോ. k ഇന്ന് ഒരെണ്ണം കുറയും, k പ്ലസ് 1 ഇന്ന് ഒരെണ്ണം കുറയുന്നത്. അപ്പൊ ഇതിനെ ഒന്നും കൂടി എനിക്ക് സിമ്പിൾ ആയിട്ട് 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് k പ്ലസ് k പ്ലസ് 1 എന്ന് എഴുതിക്കൂടെ? മീൻസ് k പ്ലസ് 1 ഏറ്റവും ലാസ്റ്റ്, k പ്ലസ് 1 തൊട്ട് മുന്നേ ഉള്ള k എഴുതി. ഇനി നമ്മൾ ഉപയോഗിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കെയുടെ റിസൾട്ട് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ p ഓഫ് k ഈസ് ട്രൂ എന്ന്. അതിന്റെ റിസൾട്ട് ഇവിടെ എന്താ തന്നിരിക്കുന്നത്? p ഓഫ് k ട്രൂ ആണെങ്കിൽ 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര അപ് ടു k ഈസ് ഈക്വൽ ടു k ഇൻറ്റു k പ്ലസ് 1/2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ട്രൂ ആണെന്ന് പറഞ്ഞു വെച്ചേക്കുന്നതാണ്. സോ ഈ ഒരു 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര അപ് ടു k വരെ ഉള്ളതിന് എനിക്ക് ഈ റിസൾട്ട് കൊടുത്തൂടെ? അപ്പൊ എങ്ങനെ എഴുതാം? ഇവിടെ വരെ മീൻസ് ഇവിടെ വരെ എന്ത് വരും? k ഇൻറ്റു k പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഇവിടെ റിസൾട്ട് തന്നേക്കുന്നത്. k ഇൻറ്റു k പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് എന്തും കൂടിയുണ്ട് ഒരു k പ്ലസ് 1. ഇനി ജസ്റ്റ് റീഅറേഞ്ച്മെന്റ് ആണ്. നമുക്ക് LHS ഇസ് ഈക്വൽ ടു RHS എന്ന് കിട്ടണം. RHS ഇതാണ് കിട്ടേണ്ടത്. ഓക്കെ അല്ലെ? അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു റീഅറേഞ്ച്മെന്റ്സ് ആണ് ചെയ്യുന്നത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു അല്ലെ. അപ്പൊ എങ്ങനെ വരും? k പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് k പ്ലസ് 1/1 എന്നുള്ള രീതിയിൽ എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു k പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ അല്ലെ? ഇനി ഒന്ന് ജസ്റ്റ് എന്താ പറയാ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോ k സ്ക്വയർ പ്ലസ് k പ്ലസ് 2 ഇൻറ്റു k 2k പ്ലസ് 2 ഇൻറ്റു 1 2 ഡിവൈഡഡ് ബൈ 2. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഏതാണോ സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫ് വരുന്നത് അല്ലെങ്കിൽ ക്യാൻസലേഷൻ വരുന്നത് ആ ഒരു രീതിയിൽ ചെയ്തു പോവാട്ടോ. ഞാൻ ഫോളോ ചെയ്യുന്ന രീതി തന്നെ പോണമെന്നില്ല. എങ്ങനെയില്ല ഏതെങ്കിലും ഒക്കെ ക്യാൻസൽ ചെയ്ത് എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്ത് നമുക്ക് ഫൈനലി ഈ ആൻസറിൽ ഒന്ന് എത്തിക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ ഇനി എന്താ ചെയ്യുന്നത്? k സ്ക്വയർ പ്ലസ് k. ഈ ഒരു k സ്ക്വയർ പ്ലസ് kയില് രണ്ട് ടേംസ് നോക്കി കഴിഞ്ഞാല് k കോമൺ ആണല്ലോ. ഞാനിപ്പോ k അതിന്റെ അകത്ത് രണ്ടെണ്ണം പുറത്തെടുത്തു. അപ്പൊ k ഇൻറ്റു ഇവിടെ k സ്ക്വയറിൽ നിന്ന് ഒരു k പോകുമ്പോ ബാക്കി ഒരു k പ്ലസ് kന്ന് k പോയി കഴിയുമ്പോ 1 k ഇൻറ്റു k പ്ലസ് 1 പ്ലസ്. ഇനി നെക്സ്റ്റ് രണ്ട് ടേംസ് നോക്കി 2k പ്ലസ് 2 മീൻസ് രണ്ട് ടേംസിൽ രണ്ടുണ്ട് അല്ലെ. ആ രണ്ടിന് ഞാൻ പുറത്തെടുത്തു. അപ്പൊ 2 ഇൻറ്റു k പ്ലസ് 1 ഡിവൈഡഡ് ബൈ, കാരണം 2 ഇതിനകത്ത് പുറത്ത് 2k ന്ന് 2 പുറത്തെടുത്തപ്പോ k ബാക്കി, 2 ന്ന് 2 പുറത്തെടുക്കുമ്പോ ബാക്കി 1. ഇതിങ്ങനെ എഴുതി ഡിവൈഡഡ് ബൈ 2. ഇനി നോക്കിയേ ഈ രണ്ട് ടേംസിലും k ഇൻറ്റു k പ്ലസ് 1ലും 2 ഇൻറ്റു k പ്ലസ് 1ലും k പ്ലസ് 1 കോമൺ ആണല്ലോ. അപ്പൊ ഞാൻ k പ്ലസ് 1 പുറത്തെടുത്തു. k പ്ലസ് 1 ഇൻറ്റു ഇനി എന്താ നോക്കിയേ ഇവിടെ k ഇൻറ്റു k പ്ലസ് 1 ആണ്. k പ്ലസ് 1 ഇന്ന് k ഇൻറ്റു k പ്ലസ് 1 ഇന്ന് k പ്ലസ് 1 പുറത്തെടുക്കുമ്പോൾ ബാക്കി എന്താ ഉള്ളത്? k ഉണ്ട്. ഇനി പ്ലസ് 2 ഇൻറ്റു k പ്ലസ് 1 ഇന്ന് k പ്ലസ് 1 പുറത്തെടുക്കുമ്പോൾ ബാക്കി എന്താ ഉള്ളത്? 2. അപ്പൊ k പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2. നോക്കി ഇതേ ആൻസറിൽ നമുക്ക് കിട്ടണ്ടേ? k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2. ഇത് എന്തായിട്ട് എഴുതാം? RHS. മീൻസ് നമുക്ക് എന്ത് കിട്ടി? LHS ഈക്വൽ ടു RHS എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഫൈനലി നമ്മുടെ കൺക്ലൂഷൻ എഴുതണം. കൺക്ലൂഷൻ മീൻസ് കൺക്ലൂഷൻ മസ്റ്റ് ആയിട്ട് എഴുതണം, എന്നാലേ പ്രൂഫ് കംപ്ലീറ്റ് ആവുള്ളൂ. LHS is equal to RHS എന്ന് കാണിച്ചു. Therefore P of k plus 1 is 2. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ n is equal to നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്, ഫൈനൽ കൺക്ലൂഷൻ ഇങ്ങനെയാണ്. n is equal to 1 ന് ട്രൂ ചെയ്തു, n is equal to k ക്ക് അസ്യൂം ചെയ്തു ട്രൂ ആണെന്ന്. ഇനി n is equal to k plus 1 എന്ന് നമ്മളിപ്പോ പ്രൂവ് ചെയ്തു. ഇനി ഫൈനലി എഴുതുക
P of n is 2 for all natural numbers. P of n is 2 for all natural numbers. ഇതാണ് ഫൈനൽ കൺക്ലൂഷൻ. Therefore നമുക്ക് ഇവിടെ എന്ത് പറയാം? Therefore P of n is true for all natural numbers. ഇതാണ് ഈ ഒരു എന്താ പറയാ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ പ്രൂഫിന്റെ സ്ട്രക്ചർ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമുക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിൾ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പ്രോബ്ലംസ് നമ്മളൊന്ന് ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് ഫോർ ഓൾ n greater than or equal to 1 prove that 1 square plus 2 square plus etc plus n square is equal to n into n plus 1 into 2n plus 1 divided by 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sum of first n perfect squares അവരുടെ സം n into n plus 1 into 2n plus 1 by 6 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മുടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻസിന്റെ സ്റ്റെപ്പ് ഓർത്ത് നോക്കുക. എന്തൊക്കെയാ? ഏറ്റവും ഫസ്റ്റ് n is equal to 1 ന് നമുക്ക് പ്രൂവ് ചെയ്യണം. For n is equal to 1 LHS എങ്ങനെയാ വരിക? LHS is equal to n is equal to 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ അല്ലേ, മീൻസ് 1 തന്നെയാണ് ആൻസർ. ഇനി RHS ചെയ്ത് നോക്കിയേ, n is equal to 1 ചെയ്ത് നോക്കുക. അപ്പൊ 1 into 1 plus 1 into 2 into 1 means 2 plus 1 divided by 6 means എത്ര ആൻസർ വരുന്നത്? 1 into 2 into 3 divided by 6 നമുക്ക് 6 by 6 equal to 1 means LHS equal to RHS എന്ന് തോന്നുന്നു. Therefore നമുക്ക് എന്ത് പറയാം? P of 1 is 2. ഇനി നെക്സ്റ്റ് എന്താ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് n is equal to k ക്ക് അസ്യൂം ചെയ്യുകയാണ് ആണല്ലേ. അപ്പൊ n is equal to k. For n is equal to k assume P of k is 2. P of k 2 എന്ന് എഴുതി കഴിഞ്ഞപാട് നമ്മൾ P of k യുടെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ വരിക നോക്കണം. P of k such that n ന്റെ സ്ഥാനത്തെല്ലാം നമ്മൾ k എഴുതണം. അപ്പൊ എങ്ങനെ വരും? 1 square plus 2 square plus etc plus k square is equal to k into n ന്റെ സ്ഥാനത്ത് k കൊടുക്കാം. k into k plus 1 into 2k plus 1 divided by 2. ഈ ഒരു പ്രൂഫ് അല്ലെങ്കിൽ ഈ ഒരു മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ പ്രൂഫ് ചെയ്യാൻ മാത്സിന്റെ ഒരു എന്താ പറയാ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു കാര്യങ്ങളും അറിയില്ല. ജസ്റ്റ് എന്നിന് k വാല്യൂ കൊടുത്ത് എഴുതുന്നത്, അതുപോലെ തന്നെ എന്നിന് 1 വാല്യൂ കൊടുത്ത് എഴുതുന്നത്, അത് കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അത് ചെറിയ കുട്ടികൾക്ക് പോലും നമുക്ക് എഴുതാൻ പറ്റും. അപ്പം നമുക്ക് ഏറ്റവും എളുപ്പമുള്ള പാഠമാണ് കേട്ടോ ഇത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഫോർ n is equal to k plus 1 ഇത് പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പ് സിമ്പിൾ ആയിരുന്നു, നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്ത് വെച്ചു. ഇനി നമുക്ക് എന്ത് പറയണം? n is equal to k plus 1 P of k plus 1 ട്രൂ ആണെന്ന് പറയണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ LHS ന്ന് തുടങ്ങുകയാണ് പ്രൂഫ്. LHS ന് എങ്ങനെ തുടങ്ങും? n is equal to k plus 1 അല്ലേ കൊടുക്കുന്നത്. അപ്പൊ LHS is equal to 1 square plus 2 square plus etc plus k plus 1 whole square വരും അല്ലെ. k plus 1 whole square. തൊട്ടു മുന്നേ ഞാൻ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സം ആണല്ലോ. അപ്പൊ k plus 1 whole squareന്റെ തൊട്ടു മുന്നേ ഉള്ള സം ഏതായിരിക്കും? k square ആയിരിക്കും. കാരണം കോൺസിക്യൂട്ടീവ് ആകുമ്പോൾ രണ്ടിന് തൊട്ടു മുന്നേ ഉള്ളത് അതിനേക്കാളും 1 കുറവുള്ളത്. അപ്പൊ k plus 1 തൊട്ടു മുന്നേ ഉള്ള സംഖ്യ എന്തായിരിക്കും? k plus 1 1 കുറവുണ്ട്, മീൻസ് k ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 1 square plus 2 square plus etc plus k square plus k plus 1 whole square എന്ന് വരും. ഓക്കെ അല്ലെ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ k plus 1 നമ്മൾ k യുടെ റിസൾട്ട് അപ്ലൈ ചെയ്യണം. നമുക്കറിയാം 1 square plus etc plus k square വരെയുള്ള സം എന്ന് പറയുന്നത് ഇവിടെ ട്രൂ ആണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. k into k plus 1 into 2k plus 1 divided by 2. അപ്പൊ എന്ത് വരും? k into k plus 1 into 2k plus 1 divided by 2 അല്ല, divided by 2 അല്ലായിരുന്നു കേട്ടോ, divided by 6 ആണ്. കാരണം റിസൾട്ട് അങ്ങനെയാണല്ലോ. divided by 6 plus k plus 1 whole square. ഇനിയിപ്പം ഇത് സോൾവ് ചെയ്ത് ഏത് ആൻസറാ കിട്ടണ്ടേ നമുക്ക് തീരുമാനിക്കാം. മീൻസ് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ റിസൾട്ടില് k യുടെ സ്ഥാനത്തെല്ലാം അല്ല എന്നിന്റെ സ്ഥാനത്തെല്ലാം k plus 1 കൊടുത്താൽ മതി. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് k plus 1 വരുമ്പോ എങ്ങനെ വരും? k plus 1 into k plus 1 plus 1 into 2 into k plus 1 plus 1 divided by 6. മീൻസ് ഇത് സോൾവ് ചെയ്ത് നമുക്ക് എങ്ങനെ കിട്ടണം? k plus 1 into k plus 1 plus 1 എന്ന് പറയുന്നത് k plus 2 into പിന്നെ എന്താ 2k plus 2 plus 1 means 2k plus 3 divided by 6. ഇതാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടേണ്ടത്. മീൻസ് ഏറ്റവും ഫൈനലി പ്രൂഫ് വരുമ്പോ ഏതാണ് ആൻസർ കിട്ടേണ്ടത് നമ്മൾ
ഓൾറെഡി സൈറ്റിൽ ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സംഭവം സോൾവ് ചെയ്യുക. അപ്പൊ ഈ സോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. അപ്പൊ എങ്ങനെ വരും? k into k plus 1 into 2k plus 1 into 1 plus 6 into k plus 1 square divided by 6. ഇനി നോക്കിയേ, ഇതിന്റെ അകത്ത് k plus 1 ഉണ്ട്, ഇതിന്റെ അകത്ത് k plus 1 ഉണ്ട്. അപ്പൊ ഞാൻ k plus 1 പുറത്തെടുത്തു. k plus 1 into ബാക്കി ഇവിടെ എന്ത് വരും? k into 2k plus 1 plus 6 into k plus 1 എന്ന് വരും. 6 into k plus 1 divided by 6. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് k plus 1 into ബ്രാക്കറ്റ് ക്ലോസ് ഓപ്പൺ ചെയ്യാണ്. k into 2k എന്ന് പറയുന്നത് 2k സ്ക്വയർ പ്ലസ് k പ്ലസ് 6k പ്ലസ് 6. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ k into 2k 2k സ്ക്വയർ, k into 1 k പ്ലസ് 6 into k 6k പ്ലസ് 6 into 1 6 ഡിവൈഡഡ് ബൈ 6. അപ്പൊ k പ്ലസ് 1 into 2k സ്ക്വയർ, ഇനി k പ്ലസ് 6k എത്രയാ? 7k പ്ലസ് ബാക്കിയുള്ളത് 6 ഹോൾ ഡിവൈഡഡ് ബൈ 6. ഇനി ഇത് സോൾവ് ചെയ്യുന്നത് കുറച്ചധികം സ്റ്റെപ്പുകളുണ്ട്. മീൻസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു മെത്തേഡ് വഴിയാണ് നമ്മൾ സോൾവ് ചെയ്ത് എഴുതുന്നത്. ഓൾറെഡി നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ഫൈനൽ ആൻസർ എന്താ വരുവാന്ന് നമുക്കറിയാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഫൈനൽ ആൻസർ എഴുതാൻ പോകണം. മീൻസ് അവിടെ ഒരു ചെറിയൊരു ട്രിക്ക് നമ്മൾ ഉപയോഗിക്കാം. ഈ ഒരു സ്റ്റെപ്പിൽ എങ്ങനെ ആ ഒരു സ്റ്റെപ്പ് വന്നു എന്നൊന്നും ആരും ചിന്തിക്കുകയല്ല. കാരണം ഇതാണ് ആൻസർ എന്ന് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാണ്? ആ സ്റ്റെപ്പ് എഴുതാണ് k പ്ലസ് 1 ഇൻറ്റു എന്നിന്റെ സ്ഥാനത്തെല്ലാം k പ്ലസ് 1 കൊടുക്കും. k പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 6. മീൻസ് ഞാൻ പറയുന്നത് ശരിക്കും ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെയാ വരുന്നത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇത് ചെറിയൊരു ട്രിക്ക്. നമ്മൾ ഈ ഒരു പ്രോബ്ലം ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റെപ്പ് നേരെ ഡയറക്റ്റ് എഴുതുകയാണ്. അപ്പൊ എന്ത് വരും? ഈസ് ഈക്വൽ ടു k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 3 ഡിവൈഡഡ് ബൈ 6. ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ചെയ്യുന്നതിന്റെ ഒരു ബെനിഫിറ്റ് ഇതാണ് കേട്ടോ. ഈ ഒരു പ്രൂഫ് ചെയ്യുന്നത് ഇത്രയും സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. ഫൈനലി നമ്മൾ ഏറ്റവും ഫൈനൽ നമുക്ക് ആൻസർ ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് ജസ്റ്റ് എഴുതി കൊടുത്തു. ഇത് ഈക്വൽ ടു എന്താണ് വരുന്നത്? RHS അല്ലേ? മീൻസ് P of k plus 1 അല്ലേ? is equal to P of k plus 1 equal to RHS. Means LHS is equal to RHS എന്ന് വന്നു. Means P of k plus 1 എന്ത് പറയാം? P of k plus 1 is true. Therefore നമ്മുടെ കൺക്ലൂഷൻ എന്ത് വരും? P of n is true for all natural numbers. ഇനി ഞാൻ ഇതിന്റെ ശരിക്കും എങ്ങനെയാ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് നമ്മുടെ ഒരു ചെറിയൊരു ട്രിക്കാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ കയ്യില് k പ്ലസ് 1 ഇൻറ്റു എന്താ ഇക്വേഷൻ ഉള്ളത്? k പ്ലസ് 1 ഇൻറ്റു 2k സ്ക്വയർ പ്ലസ് 7k പ്ലസ് 6 ഡിവൈഡഡ് ബൈ 6 അല്ലേ? ഇതിന്റെ അകത്ത് ഈ ഒരു 2k സ്ക്വയർ പ്ലസ് 7k പ്ലസ് 6 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഇത് കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന x ഈസ് ഈക്വൽ ടു ഇവിടെ കെയിലായതുകൊണ്ട് k ഈസ് ഈക്വൽ ടു നമുക്ക് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചൂടെ? a ഈസ് ഈക്വൽ ടു 2 ആണ്, b ഈസ് ഈക്വൽ ടു a ഈസ് ഈക്വൽ ടു 2, b ഈസ് ഈക്വൽ ടു 7, c ഈസ് ഈക്വൽ ടു 6. ഇത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ മൈനസ് 7 പ്ലസ് ഓർ മൈനസ് 49 മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു 6 48 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 മീൻസ് നമുക്ക് കിട്ടുന്നത് മൈനസ് 7 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4 ഓർ മൈനസ് 7 മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 മീൻസ് മൈനസ് 7 പ്ലസ് 1 എത്രയാ? മൈനസ് 6 മൈനസ് 6 ബൈ 4 or minus 7 minus 1 minus 8 by 4 means k is equal to നമുക്ക് values കിട്ടുന്നത് k is equal minus 6 by 4 നെ ചെറുതാക്കി എനിക്ക് എങ്ങനെ എഴുതാം? minus 3 by 2 എന്ന് എഴുതാം or minus 8 by 4 എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? ഇനി ഈ ഒരു ഇക്വേഷൻ 2k square plus 7k plus 6 ല് k is equal to എന്ത് കിട്ടും? k is equal to minus 3 by 2 or k is equal to minus 2 എഴുതാം. ഇവിടെ k is equal to എന്ത് വരും? or minus 8 by 4 minus 2 ആണ്. k is equal to minus 2 എന്ന് വരും. means k is equal to minus 3 by 2 എന്ന് പറഞ്ഞാൽ ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ 2k is equal to minus 3 അല്ലെങ്കിൽ k minus 2 ഇങ്ങോട്ട് വരുമ്പോൾ plus 2 k plus 2 is equal to 0. ഇവിടെ ഞാൻ ഈ minus 3 കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 2k plus 3 is equal to 0
or k plus 2 is equal to 0. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയേ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു സൊല്യൂഷൻ, ഈ ഒരു ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? 2k² plus 7k plus 6 is equal to k plus 2 into 2k plus 3. മീൻസ് നമ്മുടെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഇനി ഇതിന് സോൾവ് ചെയ്ത് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തി. 2k plus 3 is equal to 0 അല്ലെങ്കിൽ k plus 2 is equal to 0. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഈ ഒരു ഇക്വേഷനെ മീൻസ് k plus 1 into 2k² plus 7k plus 6 whole divided by 6 എങ്ങനെ വരും? k plus 1 into അങ്ങനെ തന്നെ എഴുതി. ഇനി 2k² plus 7k plus 6 നെ എങ്ങനെ എഴുതിയിട്ടുണ്ട്? k plus 1 into 2k plus 3. അപ്പൊ അത് എഴുതി. k plus 1 into k plus 2 into 2k plus 3 divided by 6. ഇതല്ലേ നമുക്ക് കിട്ടേണ്ടിയിരുന്ന ആൻസർ? k plus 1 into k plus 2 into 2k plus 3 divided by 6 മീൻസ് RHS ആയി. ഇതാണ് കറക്റ്റ് മെത്തേഡ്. മറ്റേത് ഞാൻ ജസ്റ്റ് ഒരു ട്രിക്ക് പറഞ്ഞതാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണ്, ഇതൊന്നും ഓർമ്മ വന്നില്ല എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് എന്തായാലും സിമ്പിൾ ആയിട്ട് ചെയ്യാം. കാരണം എന്താ പറയാ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു k വരെയുള്ളതിന്, അത് കഴിഞ്ഞ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എല്ലാം എഴുതുന്നു. ഇത്രയും സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞ് ഫൈനലി നേരെ നമുക്ക് അറിയാവുന്ന സ്റ്റെപ്പ് എഴുതി വെക്കാം. അല്ലെങ്കിൽ മീൻസ് ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ ഓർമ്മ വരികയാണെങ്കിൽ ഈ ഒരു എന്താ പറയാ സൊല്യൂഷൻ മെത്തേഡ് വഴി നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. വേറെ ഒരു ടൈപ്പ് ഓഫ് എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി പ്രൂവ് ചെയ്യുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഫോർ എവരി പോസിറ്റീവ് ഇന്റിജർ n പ്രൂവ് ദാറ്റ് 7 raised to n minus 3 raised to n is divisible by 4. അപ്പം ഇവിടെ നമ്മുടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യാണ്. ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണ്? ഫോർ n is equal to 1 നോക്കുക. അപ്പം n is equal to 1, n ന് 1 വാല്യൂ കൊടുക്കുക. ഏറ്റവും ഫസ്റ്റ്, അതിന് മുന്നേ n is equal to 1 പ്രൂവ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു തന്നിരിക്കുന്ന നീട്ടി വലിച്ച് എഴുതിയിരിക്കുന്ന കാര്യം നമ്മൾ ഒരു p of n എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാക്കണം. അപ്പൊ p of n എങ്ങനെ വരും? p of n എങ്ങനെയാണ്? 7 raised to n minus 3 raised to n is divisible by 4. ഈ ഒരു p of n ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി. അപ്പൊ എന്ത് ചെയ്യുന്നു? p of 1 നോക്കാം. മീൻസ് n is equal to 1 ന് p of 1 എങ്ങനെയാ? എങ്ങനെ എഴുതാം നമുക്ക്? 7 raised to n means 7 raised to 1 minus 3 raised to 1 means നമുക്ക് എത്ര കിട്ടും? 7 minus 3 4 means ഈ 4 എന്തായാലും divisible by 4 ആണല്ലോ, which is divisible by 4. Therefore p of 1 true ആയല്ലോ. means നമുക്ക് എന്താ കിട്ടണ്ടേ? p of 7 raised to 1 minus 3 raised to 1 ഏത് സംഖ്യയാണോ അത് divisible by 4 ആയിരിക്കണം. ഇവിടെ നമുക്ക് 4 കിട്ടി, divisible by 4 ആണ്. Therefore നമുക്ക് എന്ത് പറയാം? p of 1 is true. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫോർ n is equal to k ക്ക് റിസൾട്ട് അസ്യൂം ചെയ്യണം. അപ്പൊ എന്ത് പറയാം? ഫോർ n is equal to k, p of k such that എങ്ങനെ എഴുതാം? 7 raised to k minus 3 raised to k is divisible by 4. നമ്മൾ എഴുതി വെച്ചേ, നമ്മുടെ റിസൾട്ട് നമ്മൾ അസ്യൂം ചെയ്തത് എഴുതി വെച്ചു. 7 raised to k minus 3 raised to k is divisible by 4. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഈ ഒരു കെയുടെ റിസൾട്ട് ഉപയോഗിച്ച് k plus 1 നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലെ? അപ്പൊ നമ്മൾ എന്ത് നോക്കുകയാണ്? ഫോർ n is equal to k plus 1 നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പൊ k plus 1 എങ്ങനെ തുടങ്ങാം? p of k plus 1 എന്താ വരിക? എന്ത് കൊടുക്കുന്നു ഞാൻ? 7 raised to n പകരം k plus 1 minus 3 raised to k plus 1. ക്ലിയർ ആണല്ലോ? ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു ഡിവിസിബിൾ ബൈ 4 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പൊ ഞാൻ പറയാണ് 8 is divisible by 2 അല്ലെ? 8 നെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മീൻസ് 8 is equal to 2 into 4 അങ്ങനെ എഴുതാലോ. അപ്പോഴാണ് നമുക്ക് നമ്മൾ പറയാ 8 is divisible by 2 അല്ലെങ്കിൽ 8 is divisible by 4. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് 7 raised to n minus 3 raised to n is divisible by 4 എന്നാ. അപ്പൊ അവിടെ ഒരു എന്താ പറയാ ഇന്റിജർ ഉണ്ടാവും. ഇന്റിജർ d ഞാൻ എടുത്തു, ഇന്റിജർ d ആണ്. സച്ച് ദാറ്റ് എങ്ങനെ പറയാം? 7 raised to n minus 3 raised to n is equal to 4 into d. അപ്പൊ നമുക്ക് എന്ത് പറയാം? 7 raised to n minus 3 raised to n is divisible by 4 എന്ന് പറയാൻ പറ്റും. സോ ഇവിടെ ഈ 7 raised to k minus 3 raised to k is divisible by 4 ന്റെ അകത്ത് നമുക്ക് ഇതിനെ എങ്ങനെ മാത്തമാറ്റിക്കൽ ഫോർമുലയിലേക്ക് എഴുതാം? 7 raised to k minus 3 raised to k is equal to 4 into d. ഈ ഒരു സെന്റൻസിൽ പറഞ്ഞത് നമ്മൾ ജസ്റ്റ് ഒരു ഇക്വേഷൻ രൂപത്തിൽ എഴുതിയതാണ്. 7 raised to k minus 3 raised to k is equal to 4d. ഇനി നെക്സ്റ്റ് നമ്മുടെ പ്രൂഫ് തുടങ്ങാണ്. 7 raised to k plus 1 minus 3 raised to k plus 1. ഞാൻ പറഞ്ഞു ഈ ഒരു കെയുടെ റിസൾട്ട് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? k plus 1 പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പൊ അത് പ്രൂവ് ചെയ്യുമ്പോൾ നമ്മുടെ കെയുടെ റിസൾട്ട് എങ്ങനെയാണ് കിടക്കുന്നത്? 7 k minus 3 k is equal to 4d. മീൻസ് ഈ ഒരു റിസൾട്ട് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിന്റെ അകത്ത് നമ്മൾ എന്ത് കൊണ്ടുവരിക്കണം? 7 k minus 3 k വരണം. എന്നാലേ നമുക്ക് 4d എന്നുള്ള സാധനം അതിന്റെ അത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ 7 k minus 3 k വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചു നോക്കണം. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എല്ലാം സിമിലർ വേയിലാണ് നമ്മൾ ചെയ്യുന്നത്. 7 k plus 1 ഞാൻ മൈനസ് 7 into 3 k മൈനസ് ചെയ്തു. 7 into 3 k മൈനസ് ചെയ്തു. അപ്പൊ ഇവിടുത്തെ ഒരു സാധനം മൈനസ് ചെയ്ത് അതേ സാധനം പ്ലസ് ചെയ്യാണല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ഇതിന്റെ അകത്ത് മാറിപ്പോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? മൈനസ് ചെയ്ത് അതുപോലെ തന്നെ പ്ലസും ചെയ്തു. 7 into 3 k. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ഇനി മൈനസ് 3 k plus 1 കൊടുത്തു. ഇനി നോക്കിയേ 7 k plus 1 minus 7 into 3 k plus 7 into 3 k minus 3 k plus 1. ഈ ഒരു ഞാൻ പറയാണ് a raised to m plus n നെ എനിക്ക് a raised to m into a raised to n എന്നില്ല. a raised to m plus n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a raised to m into a raised to n ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 7 raised to k plus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 raised to k into 7 മൈനസ് ഇതിന് ഞാൻ 7 into 3 k എന്ന് തന്നെ എഴുതി, പ്ലസ് ഇവിടെയോ 7 into 3 k എന്ന് തന്നെ എഴുതി, മൈനസ് ഈ 3 k plus 1 എനിക്ക് എങ്ങനെ എഴുതാം? 3 k into 3 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കഴിഞ്ഞാല് ഈ ആദ്യത്തെ രണ്ട് ടേംസിൽ 7 കോമൺ ആണ്. അപ്പൊ ആ 7 കോമൺ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് 7 k minus 3 k വരും. ആ ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊരു മൈനസ് ചെയ്തത്. 7 k minus 3 k. എന്നാലേ നമുക്ക് കെയുടെ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഈ രണ്ട് ടേംസിന് എന്ത് ചെയ്തു? 7 പുറത്തെടുത്തു. അപ്പൊ ബാക്കി എന്തുണ്ട്? 7 k ആദ്യത്തേലുണ്ട്, രണ്ടാമത്തേല് 3 k ഉണ്ട്. ഇനി പ്ലസ് ഇവിടെ ഞാൻ പുറത്തെടുക്കുന്നത് 3 k ആണ്. 3 k പുറത്തെടുത്ത് വേറെ കോമൺ ആയിട്ടൊന്നുമില്ല. ഇതിനകത്ത് 3 k ഉണ്ട്, ഇതിനകത്ത് 3 k ഉണ്ട്. 7 3 ഒന്നും നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. അപ്പൊ 3 k പുറത്തെടുത്തപ്പോ ഇവിടെ ബാക്കി എന്താണ്? 7 മൈനസ് ഇവിടെ ബാക്കി 3. അപ്പൊ 7 minus 3. ഇനി നോക്കിയേ 7 k minus 3 k എന്താ ഉള്ളത്? 4d ആണ്. 7 into 4d പ്ലസ് ഇവിടെയോ 3 k into 4 എന്ന് വരും അല്ലെ. മീൻസ് 4 into 7d അല്ലെങ്കിൽ 4 into 7 into d പ്ലസ് 4 into 3 k. മീൻസ് ഈ ആദ്യത്തെ ടേം 4ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 4ന്റെ മൾട്ടിപ്പിൾസ് രണ്ടെണ്ണം ആഡ് ചെയ്താലും അത് 4ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. മീൻസ് നമുക്ക് ഇതിന്റെ അകത്ത് എന്ത് കിട്ടും? ഇംപ്ലൈ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 4 എന്ന് എഴുതാലോ. വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 4. ഓക്കെ ആണോ? നമുക്ക് എന്താ ഇവിടെ കിട്ടിയത്? 4 into 7 into d plus 4 into 3 k. മീൻസ് ഈ ആദ്യത്തെ ടേം 4 കൊണ്ട് ഡിവിസിബിൾ ആണ്, അതുപോലെ തന്നെ രണ്ടാമത്തെ ടേമും 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ ഈ രണ്ട് ഡിവിസിബിൾ ബൈ 4 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഡിവിസിബിൾ ബൈ 4 തന്നെ കിട്ടുക. അപ്പൊ നമുക്ക് എന്ത് പറയാം? p of k plus 1 is true എന്ന് പറയാലോ. കാരണം നമുക്ക് എന്തായിരുന്നു കാണിക്കേണ്ടത്? p of k plus 1 is divisible by 4 നമ്മൾ കാണിച്ചു. അപ്പൊ p of k plus 1 is true implies p of n is true for all natural numbers. അപ്പം ഈ ഒരു ടൈപ്പ് പ്രൂഫ് ആയി. അപ്പം ഇതുപോലത്തെ സെയിം ടൈപ്പ് പ്രൂഫ് നിങ്ങളുടെ ടെക്സ്റ്റിൽ എക്സാമ്പിൾ സോൾവ് ചെയ്ത് കിടപ്പുണ്ട്. നിങ്ങൾ അതൊന്നെടുത്ത് അതെങ്ങനെ ചെയ്യുന്ന ആ ഒരു ഫോർമുല പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കി ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ബാക്കി ഇതിന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ ഈ ഒരു പാഠത്തിൽ നിന്ന് എന്തായാലും മസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. എളുപ്പമായിരിക്കും ആ ക്വസ്റ്റ്യൻ വരുന്നത്, പക്ഷെ ഈ ഒരു ഫോർമാറ്റ് എങ്ങനെ ഓരോ സ്റ്റെപ്പും എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഫോർമാറ്റ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എക്സാമ്പിൾസ് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. സോൾവ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ക്യാൻസൽ ചെയ്ത് കളയുന്ന കാര്യങ്ങളെല്ലാം അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഒന്ന് നിങ്ങൾ തന്നെ ചെയ്താലേ എക്സാമിന് നിങ്ങൾക്ക് നല്ല എളുപ്പത്തിൽ സമയം ലാഭിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ എന്റെ ക്ലാസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സോ ഇന്നത്തെ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്